ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴും വമ്പന്മാർ പുറത്തു നിൽക്കുകയാണ്. അകത്തുള്ളവർക്കൊക്കെ തന്നെ വേണ്ട തരത്തിലുള്ള സംരക്ഷണം പുറത്തു നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വൻ കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 48 മണിക്കൂറൂടെ കാത്തിരിക്കാം. കാര്യം 3-ാം തീയതി ഹൈക്കോടതി വീണ്ടും ഈ കേസ് വിളിച്ചിട്ടുണ്ട്. കോടതി കഴിഞ്ഞ ഹിയറിങ്ങിൽ പറഞ്ഞ കാര്യമുണ്ട്, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലാവരെയും അതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അന്വേഷണ സംഘത്തിന് ഒരു ശാന്തിപ്പേടിയും തന്ത്രിപ്പേടിയും ഒക്കെ പറ്റിയിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട്. കാര്യം അയ്യപ്പൻ്റെ പുറപ്പെടാ ശാന്തി എന്നുള്ള രീതിയിൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് അവിടുത്തെ മേൽശാന്തിയായിരുന്നു. മേൽശാന്തിയെ ഇപ്പോൾ പടിയിറങ്ങി ആ മേൽശാന്തി ഇതുവരെ ചോദ്യം ചെയ്തതായിട്ട് നമുക്കറിവില്ല. അദ്ദേഹം ഒന്നുകിൽ പ്രതിയാണ്, അല്ലെങ്കിൽ സാക്ഷിയാണ്, അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയാണ്. ഇതിൽ മൂന്നിലും പെടാതെ അദ്ദേഹത്തെ എന്തായാലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കണ്ടെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട് നിന്നാണ് കണ്ടെടുത്തത്. അവരിതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇതൊക്കെ ഹൈക്കോടതി കാണാതെ പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. മാത്രമല്ല, തന്ത്രി അനുവാദം കൊടുത്തു, തന്ത്രി ദേവഹിതം കൊടുത്തു. ദേവഹിതം കൊടുക്കാൻ ഇദ്ദേഹം അയ്യപ്പൻ്റെ മനസ്സിനകത്തല്ല ഇദ്ദേഹത്തിൻ്റെ ഉറക്കം. ദേവഹിതം കൊടുത്തു എന്നാണ് പറയുന്നത്. ദേവഹിതം ഒന്നുകിൽ അതൊരു പ്രശ്നം വച്ചിട്ടായിരിക്കും ദേവഹിതം അറിയേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ തന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു പൊസിഷൻ വെച്ചിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തത്. അപ്പം അത് ഞാൻ എൻ്റെ അധികാരം ഉപയോഗിച്ച് കൊടുക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അത് ഒരു മോഷണത്തിലോട്ട് എത്തിയെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇദ്ദേഹം പ്രതി തന്നെയാണ്. അപ്പോൾ തന്ത്രിയെയും മേൽശാന്തിമാരെയും ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഇത് കുറ്റക്കാരെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റുന്ന മേൽശാന്തിമാർ 3-4 പേരുണ്ട്. ഇവരൊന്നും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ 1999 ശേഷം പല വർഷങ്ങളിലായിട്ട് ഇത് അയച്ചുകൊണ്ട് പോവുകയും ഇതിലെ സ്വർണ്ണം ഉരുക്കിയെടുത്തിട്ട് അതിലൊക്കെ വീണ്ടും 2-3 പവൻ സ്വർണം പൂശുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്നും ദേവസ്വം ബോർഡിൽ ആർക്കും അറിയത്തില്ല, തന്ത്രിമാർക്ക് അറിയത്തില്ല, പൂജാരിമാർക്ക് അറിയത്തില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഹൈക്കോടതി ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. ഹിന്ദു വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ ആ അന്വേഷണ സംഘത്തിൽ പാടുള്ളൂ എന്ന് ഹൈക്കോടതിക്ക് വലിയ നിർബന്ധം ഉണ്ടാകാനും സാധ്യതയില്ല. കുറച്ചുകൂടി മിടുക്കരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി ഇതിൽ നിയമിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാര്യം ഈ അന്വേഷണ സംഘം കൊണ്ട് ഉദ്ദേശിച്ച ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഇവർക്ക് രാഷ്ട്രീയക്കാരെ പേടിയില്ല. എങ്ങനെയാണെങ്കിൽ വാസുവും പത്മകുമാറും ഒന്നും അറസ്റ്റിലാവത്തില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരല്ല പേടി, ഇവർക്ക് ഈ പൂണൂലിനെ പേടിയാണ്. ഈ പൂണൂലിട്ടവരെ ഈ അന്വേഷണ സംഘത്തിന് പേടിയാണെങ്കിൽ ഇത് കാര്യം മുന്നോട്ട് പോകത്തില്ല. പൂണൂലിട്ടത് കൊണ്ട് മാത്രം അവരെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൂണൂലുണ്ട്, പക്ഷേ ബാക്കി പൂണൂലിട്ടവരാരും ഇതിനകത്ത് വരുന്നില്ല. ഇതൊരു അന്വേഷണ സംഘത്തിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലോട്ട് ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കാനില്ല. ഇല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഈ 48 മണിക്കൂറിനകത്ത് നടന്നിരിക്കണം. നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൂടുതൽ ഇതിൽ പ്രസക്തരായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ജയശ്രീയുടെ അറസ്റ്റ് തന്നെ ഹൈക്കോടതി ഇൻഡെഫിനിറ്റ് ആയിട്ട് നീട്ടിക്കൊണ്ട് പോവുകയാണ്. കാര്യം അത് ഹൈക്കോടതി തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല ഇട്ടേക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾറെഡി ഒരു ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിൻ്റെ മുമ്പ് കിടക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ജാമ്യം കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല, ജാമ്യം നിഷേധിക്കാനും താല്പര്യമില്ല. അവരൊരു ന്യൂട്രലായിട്ടുള്ള ഒരു രീതിയാണ് കോടതി എടുക്കുന്നത്. അപ്പോൾ ഇവരെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെയും PC ജോർജിനെയൊക്കെ രാത്രി വീട് കളഞ്ഞ് വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസിന് ഇവരെയൊന്നും അറിയത്തില്ല എന്നോ ഇവരെയൊന്നും കണ്ടില്ല എന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരായിട്ട് പ്രതി ചേർത്ത 16 പേരിൽ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരാരെയും ഇതുവരെ സസ്പെൻഡ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ്. കാര്യം ദേവസ്വം ബോർഡ് ഈ കേസിലെ പ്രതിയും കൂടെയാണ്. ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള പ്രതിസ്ഥാനത്തുള്ള ഒരു ബോർഡ്, ഒരു വ്യക്തിയാണെങ്കിലും ഒരു ബോർഡാണെങ്കിലും ആ ബോർഡ് അവരുടെ ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്തുകൂടെ നിർത്തുകയും ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് കോടതിക്ക് ഇവരെടുത്ത് യാതൊരുവിധ സഹതാപവും തോന്നാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ഈ ഒരു ബെഞ്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ബെഞ്ചാണ്. ഈ ബെഞ്ചിൻ്റെ മുമ്പിൽ വിവരങ്ങൾ നൽകുന്ന ശ്രീ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ജില്ലാ ജഡ്ജി വളരെ നിഷ്പക്ഷനാണ്. അപ്പോൾ
കൂടുതൽ കാര്യങ്ങൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും തയ്യാറായിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ദൗത്യത്തിൽ നിന്നൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്ന് ചിലപ്പോൾ ഇതിൻ്റെ ചീഫ് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പം ദേവസ്വം ബോർഡിലായാലും ദേവസ്വം ബോർഡിലുള്ള വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെട്ടു. ദേവസ്വം ബോർഡ് പ്രതിയാണ്. പക്ഷേ എന്നിട്ടും ഇപ്പം കോടതി തന്നെ പറയുന്നുണ്ട്, ശബരിമലയിൽ മേൽശാന്തിയുടെയും ഉള്ളവരുടെ അടുക്കൽ മുറികളിൽ ഈ ആടിയ ശിഷ്ടം നെയ് വിൽപ്പന നടത്തുന്നത് അത് നിർത്തലാക്കണം. അല്ല, ഇത് ആടിയ ശിഷ്ടം നെയ് മാത്രമല്ല, അവർക്കൊക്കെ അവിടെ പ്രത്യേകിച്ച് സന്നിധാനങ്ങൾ ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യങ്ങളില്ല. മേൽശാന്തിക്കൊരു സന്നിധാനം, കീഴ്ശാന്തിക്കൊരു സന്നിധാനം, പിന്നെ തന്ത്രിക്കൊരു സന്നിധാനം. ഈ സന്നിധാനത്തിൽ തന്നെ അയ്യപ്പൻ്റെ നടയിൽ വീഴുന്നതിനേക്കാളും കൂടുതൽ പൈസ വീഴുന്നുണ്ട്. ഇതെന്തിനാ കോടതി സമ്മതിക്കുന്നത്? ഈ നെയ് വിൽക്കുന്നത് മാത്രമല്ലല്ലോ, ഇവർ കൊണ്ടു കൊടുക്കുന്ന ഉപഹാരങ്ങൾ അവർ വാങ്ങിക്കുന്നുണ്ടല്ലോ. അന്ന് ഈ ശബരിമല തന്ത്രിമാരുടെ ഈ കോവിലിലെ പോറ്റിമാരുടെ കോണകം നോക്കിക്കൊണ്ടിരുന്ന സുധാകരൻ പോലും ഇത് കണ്ടിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവർക്കൊക്കെ പൂണൂലിട്ട ചിലരെയൊക്കെ ഇവർക്ക് പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അയ്യപ്പൻ്റെ ശാപം വല്ലതും കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണോ ഈ സംഘം ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് വേറൊരു സംശയമുള്ളത്, ഈ ശബരിമല യുവതി പ്രവേശം നടന്ന സമയത്ത് രാജീവ് ഖണ്ഡരുവാണ് അന്ന് അവിടെ തന്ത്രി. അന്ന് യുവതി പ്രവേശം നടത്തി കഴിഞ്ഞപ്പോൾ ശുദ്ധികലശം നടത്തി. ആ ശുദ്ധികലശം നടത്തിയതിനോടുള്ള ഒരു ദേഷ്യം, ഒരു പക പിണറായി വിജയന് രാജീവിനോട് ഉണ്ട്. ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അതെ, അതിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം. അല്ല, അയാളെ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തെ ഒഴിവാക്കിയത് തന്നെ. തന്ത്രി കുടുംബത്തിൽ വേറെ അംഗങ്ങളുണ്ടല്ലോ. അപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ദേവസ്വം ബോർഡ് പഴയ മേൽശാന്തി അറസ്റ്റ് ചെയ്യാതിരുന്നത് അദ്ദേഹം ഡ്യൂട്ടിയിലായതുകൊണ്ടായിരിക്കും അറസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ അയാൾ ഒഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് യുവതീ പ്രവേശനത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹം ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രസ്താവന ഇറക്കി, ഞാൻ പൂട്ടി താക്കോലെടുത്തുകൊണ്ട് വീട്ടിൽ പോകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞായിരുന്നു. അതൊക്കെ പിന്നീട് പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഇദ്ദേഹത്തെ, ഈ പിണറായി ദൈവത്തെ പൂജിക്കാതെ ഒന്നും അവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. ആദ്യം ആ ഒരു രീതിയിലായിരുന്നെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് രാജീവ് ഖണ്ഡരെ. ഈ ശബരിമലയിൽ തന്ത്രിമാർ തന്നെ വേണോ എന്നുള്ള ഒരു ദേവഹിതം കൂടെ നോക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അടുത്ത ദേവപ്രശ്നം വയ്ക്കുമ്പോഴത്തേക്ക് ഈ തന്ത്രിമാരുടെ ആവശ്യം ശബരിമലയിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കിയാൽ നല്ലതായിരുന്നു. കാര്യം ഈ പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ്റെ പിതാവായിട്ട് ആന്ധ്രയിൽ നിന്ന് എങ്ങനെയാണ് കണ്ഠരന്മാർ വരുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡും സർക്കാരും ക്ഷേത്രങ്ങളുടെ മുഴുവൻ ചുമതലയിലേക്ക് പോകും. പ്രത്യേകിച്ച് ശബരിമലയുടെ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ശബരിമലയുടെ മൊത്തം ചുമതലയിലേക്ക് പോകേണ്ടി വരും. അല്ല, അവിടെ ഈ തന്ത്രി എന്നുള്ള ഒരു ആളിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവില്ലല്ലോ. സാധാരണഗതിയിൽ നമ്മൾ അമ്പലങ്ങളിൽ തന്ത്രിമാർ വരുന്നത് ഉത്സവ സമയത്ത് അതിൻ്റെ ചൈതന്യം പുനഃസ്ഥാപിക്കാനാണ് തന്ത്രിമാർ വരികയും ചെയ്യേണ്ടത്. അല്ല, തന്ത്രി ദിവസം അവിടെ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണല്ലോ മേൽശാന്തി ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ പിരിവിന് വേണ്ടിയിട്ട് അവിടെ കൈ നീട്ടി ഇരിപ്പാണ്. പൈസ താ അനുഗ്രഹം തരാം, പൈസ താ അനുഗ്രഹം തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഇത് ആദ്യം അവിടെ മാറ്റേണ്ട കാര്യമുണ്ട്. അവിടെ അയ്യപ്പനെ മാത്രം പൂജിക്കാൻ പോയാൽ മതി. എനിക്ക് അയ്യപ്പനെ നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട്, ഈ മൂർത്തി കനിഞ്ഞാൽ ശാന്തി കനിയില്ല. മൂർത്തി ശാന്തി കനിഞ്ഞിട്ട് വേണം മൂർത്തിയെ കനിയിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അവിടെ പോകുന്നതും. നമ്മൾ നേരിട്ട് പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ധാരാളം പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങൾ അവർ ഇത് കഴിഞ്ഞിട്ട് ഈ സമയം കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും പൂജയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സ്വർണ്ണം ഉരുക്കിയ ഒരു കർണാടകയിലെ ഒരു ജുവലറി ഉദ്ഘാടനം ചെയ്തത്, പൂജ ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് ഈ തന്ത്രി തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഡീപ്പായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ പൂണൂൽ പേടി ഉള്ളവരെ മാറ്റി നിർത്തിയിട്ട് അന്വേഷണ സംഘം വേറെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്നായിരിക്കും കോടതിക്കും തോന്നുന്നു. കോടതിക്കും ഞാനീ പറയുന്നത് ഒരു സാധാരണ ഒരു ലേമാൻ്റെ സംശയങ്ങളാണ്. ഈ സംശയം എന്തായാലും കോടതിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൂണൂലിനെ പേടിയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റി മറ്റു ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ ചുമതല വേറെയും കേരള പോലീസിലെ കഴിവ് തെളിയിച്ച ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സ്ഥലമാണ്. ഒന്ന് പിണറായി പേടി, ഒന്ന് പൂണൂൽ പേടി. രണ്ട് പേടിയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് കോടതിക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാൻ ഹൈക്കോടതിക്ക് മടിയുണ്ടാവില്ല. കാര്യം ഇത് ഹൈക്കോടതി നേരിട്ടല്ല, ഹൈക്കോടതി ഇത് കൃത്യമായിട്ടല്ല നടത്തുന്നതെന്ന് മനസ്സിലായാൽ ഹൈക്കോടതി ചെയ്തത് മാതിരി സുപ്രീം കോടതിക്ക് നേരിട്ട്
സ്വമേധയാ കേസെടുക്കാനുള്ള അവകാശമുണ്ട്. ഈ കേസുകളെല്ലാം അങ്ങോട്ട് മാറ്റാൻ പറയാം, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഡ്ജിമാരുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവർക്ക് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഹൈക്കോടതി ജഡ്ജി വലിയൊരാളാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മേളിൽ സുപ്രീം കോടതിയുടെ രജിസ്ട്രാറുണ്ട്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുണ്ട്, ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അവരെല്ലാം ഈ കാര്യത്തിൽ കൺസേൺഡാണ്. അതുകൊണ്ട് കണ്ണ് തുറക്കേണ്ടവരൊക്കെ കണ്ണ് തുറക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.